ഫോർമുല നോക്കാം. സർക്കിളിൻ്റെ എന്ന് പറയുമ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, പെരിമീറ്റർ 2πr അല്ലെങ്കിൽ ഡയമീറ്ററിലാണ് പറയണമെങ്കിൽ പൈ ഇൻറ്റു ഡി. ഇതിൽ ഡി എന്ന് പറയുന്ന ഡയമീറ്ററും ആർ എന്ന് പറയുന്നത് റേഡിയസുമാണ്. സെക്കൻഡ് സർക്കുലർ റിംഗ് ആണ്. സർക്കുലർ റിംഗ് എന്ന് പറയുമ്പം അതിനൊരു ഔട്ടർ റേഡിയസും കാണും, അതുപോലെ തന്നെ ഇന്നർ റേഡിയസും കാണും. അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ഏരിയ ഈസ് ഇക്വൽ ടു പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ, പെരിമീറ്റർ 2π ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. നെക്സ്റ്റ് സെക്ടർ നോക്കാം. സെക്ടറിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. ലെങ്ത് ഓഫ് ആർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 2πr ഇൻറ്റു തീറ്റ ബൈ 360. പെരിമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 2r പ്ലസ് 2πr ഇൻറ്റു തീറ്റ ബൈ 360. എലിപ്സിൻ്റെ ഏരിയ പൈ എ ബി ആണ്. എ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മേജർ ഡയയും ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മൈനർ ഡയയും ആണ്. പെരിമീറ്റർ 2π ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 2. അപ്പോൾ ഏകദേശം ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഏരിയ പെരിമീറ്ററിൻ്റെയൊക്കെ ഫോർമുല കഴിയും. ഇനി നമുക്ക് വോളിയമാണ് നോക്കേണ്ടത്. വോളിയം ഓഫ് സോളിഡ്സിൽ ഫസ്റ്റ് വൺ ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് നോക്കാം. ക്യൂബോയിഡ് എന്ന് പറയുമ്പം അതിൻ്റെ ബേസ് റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിൾ ബേസിനെ വെച്ച് ജസ്റ്റ് മേളിലോട്ട് വലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഇനി അപ്പം ആ ക്യൂബോയിഡിൽ ഫസ്റ്റ് വോളിയം എന്താണെന്ന് നോക്കാം. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സർഫസ് ഏരിയ 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച്. രണ്ടാമത്തെ ക്യൂബാണ്. ക്യൂബിൻ്റെ വോളിയം എ ക്യൂബ്, സർഫസ് ഏരിയ 6a സ്ക്വയർ. നെക്സ്റ്റ് സിലിണ്ടർ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച്. നെക്സ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ 2πrh. ടോട്ടൽ സർഫസ് ഏരിയ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച്. നെക്സ്റ്റ് ഹോളോ സിലിണ്ടർ ആണ്. വോളിയം പൈ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ 2πr ഇൻറ്റു ആർ എച്ച് പ്ലസ് സ്മോൾ ആർ എച്ച് പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. നെക്സ്റ്റ് പിരമിഡാണ്. പിരമിഡിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു സ്ലാൻ ഹൈറ്റ്. ടോട്ടൽ സർഫസ് ഏരിയ ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. ദെൻ വോളിയമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വോളിയം ഇസ് ഇക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ് ഫ്രസ്റ്റം ഓഫ് പിരമിഡ് ആണ്. ഫ്രസ്റ്റം ഓഫ് പിരമിഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ h/3 ഇൻറ്റു ക്യാപിറ്റൽ ബി സ്ക്വയർ പ്ലസ് സ്മോൾ ബി സ്ക്വയർ പ്ലസ് ബി ബി. ക്യാപിറ്റൽ ബി സ്ക്വയർ ബേസ് പോർഷനിലുള്ളതും ടോപ്പിലുള്ളതാണ് സ്മോൾ ബി എന്ന് പറയുന്നത്. എച്ച് ഹൈറ്റ് ആണ് വരുന്നത്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2l ബി പ്ലസ് ബി. നെക്സ്റ്റ് കോണാണ്. കോണിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. സ്ലാൻഡ് ഹൈറ്റ് എൽ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ പൈ ആർ എൽ. ടോട്ടൽ സർഫസ് ഏരിയ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് 1. നെക്സ്റ്റ് ഫ്രസ്റ്റം ഓഫ് കോണാണ്. അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 1/3 ഇൻറ്റു പൈ എച്ച് ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. ലാറ്ററൽ സർഫസ് ഏരിയ പൈ എൽ ഇൻറ്റു ആർ പ്ലസ് ആർ. നെക്സ്റ്റ് സ്പിയർ നോക്കാം. സ്പിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബും സർഫസ് ഏരിയ 4πr സ്ക്വയറും ആണ്. ഹോളോ സ്പിയർ ആണെങ്കിൽ വോളിയം 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് മൈനസ് സ്മോൾ ആർ ക്യൂബ്. സർഫസ് ഏരിയ 4π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ. ഹെമിസ്പിയർ വോളിയം 2/3 പൈ ആർ ക്യൂബും കർവ്ഡ് സർഫസ് ഏരിയ 2πr സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ 3πr സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലം എല്ലാം ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും.